ഹലോ മക്കളെ, ആൻഡ് വി ആർ ദെയർ. നമ്മൾ ഫൈനൽ വീഡിയോയിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാ വീഡിയോസും പോസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ എടുത്ത് അപ്പോൾ കണ്ടില്ലെങ്കിൽ എല്ലാം പോയി കാണാൻ മക്കളെ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. മാക്സിമം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നമ്മൾ ചെയ്യാൻ വന്നത് മെയിൽ മെർജ്. ഓക്കെ, ഈ പ്രാവശ്യം എക്സാമിന് വന്ന മെയിൽ മെർജാണ്. മെയിൽ മെർജാണ് എല്ലാവർക്കും ഏറ്റവും ടഫായിട്ട് പേടിയാവുന്ന സംഭവം. ഏറ്റവും സിമ്പിൾസാണ്, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഏറ്റവും ഈസിയസ്റ്റ് അല്ല, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 40ാമത്തെ സ്ലൈഡിലേക്ക് പോകുന്നു. ഓക്കെ, നമുക്ക് 3 മെയിൽ മെർജ് ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഡീറ്റെയിൽസ് ഓഫ് സം സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് കെയർ. ബേസിക്കലി എന്താ മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ. ആ ഫോർമാറ്റിലെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാർക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും നമുക്കൊരു ഷീറ്റ് ഉണ്ട്, പേരും അഡ്രസ്സും ഉണ്ട്, അതെല്ലാം കൂടി ഇങ്ങോട്ട് വരണം. ഓക്കെ, എന്നിട്ട് പ്രിൻ്റ് ആവണം, അവർക്ക് അയച്ചു കൊടുക്കണം. അതാണ് മെയിൽ മെർജ്. ഓക്കെ, മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാധനങ്ങൾ മെർജ് ചെയ്യുന്നു. ഒരു ഷീറ്റിൽ നിന്നുള്ള സാധനം നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആക്കുന്നു. അപ്പോൾ നമ്മളെന്താ ബേസിക്കലി ODS എന്താണ്, kala.ods സംഭവങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പ്രിപ്പയർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ്, ID കാർഡ്സ് ഉണ്ടാക്കണം ബേസിക്കലി യൂസിങ് മെയിൽ മെർജ് ഫീച്ചർ. ആ മോഡൽ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. അപ്പോൾ മോഡലാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. കലാ പാർട്ടിസിപ്പൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. എന്താണ് നിങ്ങൾ ആ സംഭവം ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു പ്രാവശ്യം മനസ്സിലാക്കിയാൽ ഇത് സംഭവം ക്ലിയർ ആയി. ഓക്കെ, നമ്മുടെ കല ODS കാണും, ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ പേരും നമ്പറും ഷീറ്റ്. അതാ ഈ ഇത്രയും കുട്ടികളുണ്ട്, ഇത്രയും പേരുണ്ട്, ഈ ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓരോന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഓരോ പേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, കല ODS ഉണ്ട്, കല പാർട്ടിസിപ്പൻസ് ഉണ്ട്, OTT ഉണ്ട്. ഓക്കെ, നിങ്ങളിവിടെ പോയിട്ട് ഈ കുട്ടീൻ്റെ പേര് നോക്കിയാൽ ലാൽ P, ലൈറ്റ് മ്യൂസിക്, അഡ്മിഷൻ നമ്പർ, സ്റ്റാൻഡേർഡ് ചെയ്തു, ഒരെണ്ണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്തു. ഈ 6 നിങ്ങളെ കൊണ്ട് ചെയ്യാം, പക്ഷേ 100 വന്നാൽ നിങ്ങൾ ചെയ്യുമോ? ഇല്ല, അവിടെയാണ് നമ്മുടെ മെയിൽ മെർജ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം ഷീറ്റ് ക്ലോസ് ചെയ്തു തൽക്കാലം. ഓക്കെ, നമ്മൾ ഷീറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെയൊക്കെയാണ് സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഈ സ്റ്റൈൽ നമുക്ക് തൽക്കാലം വേണ്ട. ഓക്കെ, ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്, സേവ് ദ പ്രിപ്പയർഡ് കാസ് സിംഗിൾ ഫയൽ. ഓക്കെ, സിംഗിൾ ഫയൽ അടിച്ച് ചെയ്യണം. ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കാണിച്ചു, രണ്ടാമത്തേലും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇൻസേർട്ട് ഫീൽഡ്സ്, മോർ ഫീൽഡ്സ്, ഡേറ്റാബേസ്, മെയിൽ മെർജ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് പേര് തൽക്കാലം ഇവിടെ കൊടുത്തോ. ഇൻസേർട്ട് എവിടെ എടുത്ത് വേണ്ടത്, ഞാൻ നിങ്ങളെ പോലെ ആദ്യത്തെ വർഷം ചെയ്യുന്ന ഫീൽഡ്. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്, നമുക്ക് മോർ ഫീൽഡ്സ് അല്ലേ വരുന്നത്, ഒന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. നമ്മുടെ മോർ ഫീൽഡ്സിൽ ഡേറ്റാബേസ് തന്നെ, ഇൻസേർട്ട് ഫീൽഡ്, മോർ ഫീൽഡ്. ഓക്കെ, ഇനി അതിൽ വരുന്നത് നമുക്ക് വരുന്നത് എന്താണ്, ഡേറ്റാബേസ്. ഓക്കെ, ഡേറ്റാബേസിൽ നിന്നാണ് നമ്മൾ മെയിൽ മെർജ് ഡേറ്റാബേസ് എടുക്കുന്നു. ഡേറ്റാബേസ് നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യുന്നത് മെർജ് മെയിൽ ഫീൽഡ്സ്. ഓക്കെ, മെർജ് മെയിൽ ഫീൽഡ്സ്. ഓക്കെ, അത് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ബ്രൗസ് ചെയ്യണം. ഓക്കെ, നമ്മളെന്ത് ചെയ്യണം, ഇവിടേക്ക് വരാം, മെയിൽ മെർജ് ഞെക്കി ഇനി ബ്രൗസ് ചെയ്യുക. നമ്മൾ ഈ ബിബ്ലിയോഗ്രഫി വെച്ചിട്ടൊന്നും നല്ല ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഇവിടെ ഞെക്കിയാൽ മെയിൽ ഇവിടെ ഞെക്കിയാൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, kala.ott അതില്ലേ, ആ സാധനം എടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് എൻ്റെ സപ്പോർട്ടിംഗ് ഫയൽസ് എടുക്കട്ടെ. ഓക്കെ, എക്സാം ഡോക്യുമെൻറ്റ്സിൽ kala.ods ഷീറ്റ് എടുത്തു, അത് ഓപ്പൺ ചെയ്യുന്നു. ഇനി അത് കലയങ്ങ് നേരെ എടുത്ത് ചെയ്യല്ല, കലേൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയൊക്കെ വേണമെന്ന് ചെയ്യണം. അതിൻ്റെ ട്രയാങ്കിൾ നീക്കി വെൽഡായി, ഷീറ്റ് 1 വെൽഡായി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഓരോന്നോരോന്ന് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് നെയിം വേണ്ടിയെടുത്ത് ഈ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് നിൽക്കുക, ഇവിടെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ഇൻസേർട്ട് കൊടുക്കുക. അപ്പം ആ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് അവിടെ ആയിക്കോളും. ഇനി നമ്മൾ ഐറ്റം നമ്പർ ഇവിടെ നിൽക്കുക, ഐറ്റം നമ്പർ ഇവിടെ നിൽക്കുക, ഈ ഐറ്റം നിൽക്കുക. അപ്പം ഇവിടെ നിൽക്കണം ഐറ്റമിൻ്റെ അവിടെ എന്താണ് ഇനി ഐറ്റം നിൽക്കുക. അപ്പോൾ അവിടെ നമ്മുടെ കർസർ ഉണ്ട് കേട്ടോ, ഇൻസേർട്ട് വരുന്നു. ഇനി ഇവിടെ നിൽക്കുക, അഡ്മിഷൻ നമ്പറിന് ഇവിടെ നിൽക്കുക, ഇൻസേർട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഇവിടെ നിൽക്കുക, ഇൻസേർട്ട് കൊടുക്കുക. കഴിഞ്ഞു. നെയിം ഓഫ് സ്കൂൾ ഇവിടെ നിൽക്കുക, ഇൻസേർട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഡൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, സാർ ഇതെന്താ ഒരാളുടെ പേര് വന്നില്ലല്ലോ, കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം കേട്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിടാം. ഓക്കെ, അത് ഒരു പ്രാവശ്യം അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നെയിം ഓഫ് സ്കൂൾ ഇടുന്നില്ല, ഇൻസേർട്ട് ഫീൽഡ്, മോർ ഫീൽഡ്. ഓക്കെ, മോർ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ എനിക്ക് എവിടെയാണ് വേണ്ടത്, ഇപ്പോൾ നെയിം ഓഫ് സ്കൂളാണ്, അവനെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടാം. പണ്ട് പറ്റിയിരുന്നല്ലോ, അവിടെ ഡബിൾ ക്ലിക്ക്, എനിക്കൊന്ന് പണ്ട് വലിച്ചിടാൻ പറ്റിയിരുന്നു, ഇപ്പോൾ പറ്റുന്നില്ല ന്യൂസ്. ഓക്കെ, ഇൻസേർട്ട് ഇനി കൊടുക്കണ്ട. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അത് ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നത്, എല്ലാം കഴിഞ്ഞു. ഫയൽ പ്രിൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങളിത് എല്ലാം കാണണമെങ്കിൽ പ്രിൻറ്റ് വിടണം. മക്കളെ നിങ്ങളുടെ സ്കൂളിൽ പ്രിൻ്ററിലേക്ക് വിടരുത് കേട്ടോ. അപ്പോൾ യെസ് ആയിട്ടും കൊടുത്തോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫയലായിട്ടാണ് സേവ് വരേണ്ടത് കേട്ടോ. ഫയലായിട്ട് സേവ് ചെയ്യേണ്ട, പ്രിൻ്ററിൽ കൊടുക്കരുത് കേട്ടോ. സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഹോമിൽ എക്സാം 10 നിങ്ങൾ ഫയലായിട്ട് സേവ് ചെയ്തോ. ഓക്കെ, നെയിം എന്താണ്, ഞാനിവിടെ മെയിൽ മെർജ് 1. ഓക്കെ, നിങ്ങൾ റോൾ നമ്പർ _1 ക്വസ്റ്റ്യൻ നമ്പർ കേട്ടോ, മെയിൽ മെർജ്. അപ്പം 6 ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോകുന്നു, 25 പോകുന്നു. ഓക്കെ, എക്സാം 10 പോകുന്നു. നമ്മുടെ
ഇതാ ഓരോ ആൾക്കാർ. അതൊക്കെ ലാൽ പി ലൈറ്റ് മ്യൂസിക് ആ സംഭവം. അടുത്ത പേജ് പോയാൽ ഈ കുട്ടീൻ്റെ ഉണ്ട്, ആതിരേൻ്റെ ഉണ്ട്, ഇതുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ 100 ആൾക്കാരാണ് ആലോചിച്ച് നോക്ക്. 6 ആൾക്കാർ കുഴപ്പമില്ല, വേണ്ടോ, എല്ലാവർക്കും ആയി. ഇതങ്ങ് പ്രിൻ്ററിൽ കൊടുത്ത പരിപാടി കഴിഞ്ഞു. ഇതാണ് സിംപ്ലിസിറ്റി, ഇതാണ് ടെക്നോളജി. ദിസ് ഇസ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റാണല്ലോ. ഇതൊക്കെ ഇങ്ങനത്തെ ടെക്നോളജി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അടുത്തത് ആക്ടിവിറ്റി 11 ഗ്രേഡുകളാണ് വേണ്ടത്. ഇപ്പം ഞാൻ വേഗം എനിക്ക് കണ്ട ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് OTT. ആദ്യം OTT ആണ് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. OTTൻ്റെ ഫുൾ ഫോം മക്കളെ നെറ്റ്ഫ്ലിക്സിൻ്റെ OTT ആയിട്ട് കരുതരുത് കേട്ടോ, ഇതല്ല. അപ്പോൾ നമ്മുടെ 2025 സപ്പോർട്ടിംഗ് ഫയൽസിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ എന്താണ് വേണ്ടത്? പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു. ഇനി നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാം. എന്താ നമുക്ക് വേണ്ട? ഇതിൽ നമുക്ക് ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡിൽ വരുന്നു, നമ്മൾ ഡേറ്റാ ബേസ് എടുക്കുന്നു, മെയിൽ മെർജ് ചെയ്യുന്നു. കല നമ്മൾ നേരത്തെ ഇട്ടത് കേട്ടോ, നിങ്ങളുടെ അങ്ങനെ ഇല്ല. ബ്രൗസ് എടുക്കുന്നു. ബ്രൗസിൽ നമുക്ക് എന്തായിരുന്നു വേണ്ടത് മറന്നു. grades.ods ഗ്രേഡ്സ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഇവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, അതിൽ ഗ്രേഡ്സ് ODS. ആ ഷീറ്റ് വലുതാക്കണം, അവനെ വലുതാക്കണം എന്ന് നോക്കിയാൽ നമുക്ക് അഡ്മിഷൻ നമ്പർ നിൽക്കുന്നു, ഇൻസേർട്ട്. നെയിം ഓഫ് സ്റ്റുഡൻറ്റിൽ ഇവൻ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇതായി. മലയാളത്തിൽ മലയാളം കൊടുക്കുന്നു, ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് കൊടുക്കുന്നു, ഹിന്ദീൻ്റെ അവിടെ നിൽക്കുന്നു, ഹിന്ദീൻ്റെ അവിടെ കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളിവിടെ സോഷ്യൽ സയൻസിനോടെ മാത്തമാറ്റിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് ബാക്ക് അടിച്ചാൽ മതി. ഓക്കെ, ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. സോഷ്യൽ സയൻസിനോടെ സോഷ്യൽ സയൻസ് കൊടുക്കുന്നു, സയൻസിനോടെ സയൻസ് കൊടുക്കുന്നു, മാത്സിനോടെ മാത്തമാറ്റിക്സ് കൊടുക്കുന്നു. മക്കളെ മെയിൽ മെർജ് സിമ്പിളായെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സിഗ്നേച്ചർ നിങ്ങൾ ആരുടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താ സേവ് ആണോ കൊടുക്കേണ്ടത്? അല്ല, പ്രിൻ്റാണ് കൊടുക്കേണ്ടത്. പ്രിൻ്റ് യെസ് കൊടുത്തോളൂ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫയലായിട്ട് കൊടുക്കുക, നിങ്ങളുടെ സ്ഥലം കൊടുക്കുക. ഹോമിൽ എക്സാം 10 നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ _question നമ്പർ കൊടുക്കുക. ഒന്ന് പോയി ചെക്കും കൂടി ചെയ്തോ. 14 ആൾക്കാരുണ്ട്, പണി സിമ്പിൾ കേട്ടോ. ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ നമ്മുടെ ഫയൽ സേവ് ആയെന്ന്. ഓക്കെ, A ഗ്രേഡ് B ഗ്രേഡ്. ഓക്കെ, എല്ലാം സെറ്റ് കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം 14 ആൾക്കാരുടെ ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. സെറ്റ്, ഫുൾ മാർക്ക്. ഇത്രയും സിമ്പിളാണ് മെയിൽ മെർജ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെയിൽ മെർജ് വരുള്ളൂ. ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ 20-30 മിനിറ്റ് എടുക്കില്ല, കാരണം ഞാൻ എല്ലാം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് മെയിൽ മെർജ്. മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ IT എക്സാമിനുള്ള എല്ലാ പ്രാക്ടിക്കൽ വീഡിയോ 2 ദിവസം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈവും വരാൻ മറക്കരുത്. ഓക്കെ, തിയറി കുറേ ക്വസ്റ്റൻസ് അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യും. പ്രിപ്പയർ സർട്ടിഫിക്കറ്റ്സ് ഫോർ ചിൽഡ്രൻ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ റോബോട്ടിക്സ്. അപ്പം robotics.ott ഓപ്പൺ ചെയ്യുക, ഇവരെ ലിങ്ക് ചെയ്യുക കോഴ്സ്. അപ്പം ഇവനല്ല വേണ്ടത്, റോബോട്ടിക്സ് എടുക്കുന്നു. ഓക്കെ, കോഴ്സ്. അപ്പോൾ ഞാൻ ഇൻസേർട്ട് ഫീൽഡ്, മോർ ഫീൽഡ്, ഇതൊന്നല്ല, ബ്രൗസ് കൊടുക്കുക. ഡേറ്റാബേസ് കൊടുക്കാൻ മറക്കരുത്. ഡേറ്റാബേസ് എക്സാം ഡോക്യുമെൻറ്റ്സിൽ കോഴ്സ് വെക്കുന്നു. കോഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ എടുക്കുന്നു. ഷീറ്റ് 1ൻ്റെ ഉള്ളിൽ നമുക്ക് നെയിമിൻ്റെ ഇവിടെ. ഓക്കെ, നെയിമിൻ്റെ ഇവിടെ നെയിം കൊടുക്കുന്നു. ക്ലാസ് ആൻഡ് ഡിവിഷൻ കൊടുക്കുന്നു. സ്കൂളിൻ്റെ ഇവിടെ സ്കൂൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി സീരിയൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. സീരിയൽ നമ്പർ ഇതിൽ ആവശ്യമില്ലല്ലോ, അപ്പോൾ ക്ലോസ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. ഇത് ഇനി താഴ്ത്താൻ മേലേക്കൊന്നുമില്ല. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. പിന്നെ പ്രിൻ്റ് കൊടുക്കുക. ഓക്കെ, പ്രിൻ്റ് യെസ്. ഞാൻ കൊടുത്തെന്തെങ്കിലും മാറിപ്പോയോ? ഓക്കെ, ഞാൻ ഫയൽ മാറ്റാൻ പറഞ്ഞു. നോട്ടെ, പ്രിൻ്റ് യെസ് അല്ലേ കൊടുത്ത? യെസ് കൊടുക്കണം. യെസ് കൊടുക്കണം, അല്ലേ പ്രശ്നം. അതോടെ കഴിഞ്ഞു നമ്മുടെ മെയിൽ മെർജിൻ്റെ സംഭവങ്ങൾ. മെയിൽ മെർജ് ഇസ് വെരി ഈസി. ഓക്കെ, എക്സാം 10 MM_3 നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ റോൾ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. 10 ആൾക്കാരുടെ ലിറ്റിൽ കൈറ്റ്സ് സർട്ടിഫിക്കറ്റും കൂടി സെറ്റ് കഴിഞ്ഞു. സിമ്പിൾ. നിങ്ങൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അതോടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മെയിൽ മെർജ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഒന്ന് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ പോവാം. 2025 എക്സാം 10 MM3 മെയിൽ മെർജ്. ഓക്കെ, മഞ്ജു മനീജിയാണോ? ഓക്കെ, തന്മയ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത്രയുള്ള സംഭവം മെയിൽ മെർജും കഴിഞ്ഞ് മക്കൾ എല്ലാ സംഭവങ്ങളും ഈ യൂട്യൂബ് ചാനലിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള എല്ലാ എക്സാംസും പഠിപ്പിച്ചിരുന്നായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. A+ മേടിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ ഡീറ്റെയിൽസ് ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. ലൈവിൽ വരാൻ മറക്കണ്ട.